നമസ്കാരം. 10ലും 12ലും പഠിക്കുന്ന തൻ്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ ഞാനിത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണെടാ ഇത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. മുൻ IPS ഉദ്യോഗസ്ഥയും പോലീസിൽ ഉയർന്ന സ്ഥാനമൊക്കെ വഹിക്കുകയും ചെയ്തിരുന്ന ആർ ശ്രീലേഖയാണ്. അവർ ഇപ്പോൾ ശാസ്തമംഗലത്തെ കൗൺസിലറാണ്. ഒരു കഥ പറയും പോലെ ചില ഉദാഹരണങ്ങൾ സഹിതം അവർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാപ്രകളുടെ കുത്തിത്തിരിപ്പ് പരിപാടികളെ പറ്റിയാണ് പറഞ്ഞത്. ഇത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോയുടെ വ്യൂസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാനത് കാണുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 1.2 മില്യൺ ആയിരുന്നു. 12 ലക്ഷത്തോളം ആളുകൾ ചെറിയ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിന് ലൈക്ക് അടിച്ചത് തന്നെ 50,000 പേരാണ് എന്ന് ഓർക്കണം. സാധാരണഗതിയിൽ നല്ലൊരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രോഗ്രാമൊക്കെയാണ് ചെയ്തെങ്കിൽ ഇത്രയും വ്യൂസൊക്കെ കിട്ടി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ അവരൊരു BJP-കാരിയാണ്, ഇപ്പോൾ ഒരു കൗൺസിലറായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ചെറിയ വീഡിയോ ഉദാഹരണ സഹിതം ഇട്ടപ്പോൾ അതിന് ഇത്രയേറെ വ്യൂസ് കിട്ടണമെങ്കിൽ, ഇത്രയേറെ ലൈക്ക് കിട്ടണമെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയം കൊണ്ട് മാത്രം കിട്ടിയതല്ല, അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം കിട്ടിയതല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയേറെ വ്യൂസ് കിട്ടാൻ, ഇത്രയേറെ ലൈക്ക് കിട്ടാനുള്ള കാരണം? അതൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. കാരണം ജനങ്ങൾ അത്രയേറെ ഇവിടുത്തെ മാപ്രകളെ വെറുക്കുന്നു. പലരും അറപ്പോടെയാണ് ഇവരെ കാണുന്നത്. ഇവിടുത്തെ മാപ്രകളെ വലിച്ചു കീറുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ് ആർ ശ്രീലേഖ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അതിന് അത്രയേറെ വ്യൂസ് കിട്ടിയത്. അല്ലാതെ അവർ BJP-കാരി ആയതുകൊണ്ടോ മുൻ പോലീസ് ഉദ്യോഗസ്ഥ ആയിരുന്നുകൊണ്ടോ IPS-കാരി ആയിരുന്നുകൊണ്ടോ അല്ല. നേരത്തെയും കുറേ വേറെയും പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിനൊന്നും ഇത്രയേറെ വ്യൂസ് ഇല്ല. മറിച്ച് ഇവിടുത്തെ മാപ്രകൾ എന്ത് തരം വേണ്ടാത്ത പരിപാടിയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്ന ഉത്തമ ബോധ്യമുള്ള മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ. അവിടെ പാർട്ടി നോക്കുന്നില്ല, ജാതിയോ മതമോ നോക്കുന്നില്ല. അത്രയേറെ അവരുടെ ഉള്ളിൽ ഇവിടുത്തെ മാപ്രകളെ പറ്റി അവമതിപ്പുണ്ട്. അതാണ് അവർ ഈ ലൈക്കിലൂടെയും വ്യൂസിലൂടെയും കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാപ്രകളുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ഏറ്റവും മികച്ച മാധ്യമമാണ് എന്നൊക്കെ സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്തകളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്നവർക്ക് പോലും ഇത്രയും വ്യൂസ് ഇല്ല. ഇത് വെറും 24 മണിക്കൂർ കൊണ്ട് കിട്ടിയ വ്യൂസാണ് എന്ന് ഓർക്കണം. 12 ലക്ഷത്തോളം പേർ. അപ്പോൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാപ്രകൾ മനസ്സിലാക്കണം, നിങ്ങളെയൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ആർ ശ്രീലേഖയ്ക്ക് ഈ ചെയ്ത, നിങ്ങളെ വലിച്ചു കീറിക്കൊണ്ട് ചെയ്ത ഈ വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസും ലൈക്കും.